നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് എൻ്റെ കുക്കിംഗ് പരീക്ഷണത്തിൽ കുറച്ച് ഭാഗങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഫുൾജാർ സോഡയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് സാധാ ഒരു ഫുൾജാർ സോഡ അല്ലായിരുന്നു, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുൾജാർ സോഡയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ പല ഫ്ലേവറിലുള്ള ഫുൾജാർ സോഡ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ടും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതെല്ലാം കൂടി കോർത്തിണക്കിയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാണ്. മാത്രമല്ല അവസാനം ശരിക്കുള്ള ഫുൾജാർ സോഡ എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇനി ശരിക്കുള്ള ഫുൾജാർ സോഡ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ ഗ്ലാസ് ആണ്, പിന്നെ ഒരു കുട്ടി ഗ്ലാസും വേണം. ഈ കുട്ടി ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഈ വലിയ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ഗ്ലാസ് ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സോഡയാണ്. തണുത്ത സോഡയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഇത് ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടിയും കുറച്ചെടുക്കാം. പിന്നെ പുതിനല വേണം. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ പഞ്ചസാര ലായനി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കസ്കസാണ്. അത് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇനി നമുക്ക് പച്ചമുളകും പിന്നെ പുതിനയിലും ഈ ഇഞ്ചിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും പിന്നെ പുതിനയിലും പിന്നെ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിൽ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പച്ചമുളകും പുതിനയിലും ഇഞ്ചിയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുട്ടി ഗ്ലാസ്സിലോട്ട് നമുക്ക് എടുത്തു വെച്ച നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി ചേർക്കാം. അതിനുശേഷം കുതിർത്തി വെച്ച കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. വലിയ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് സോഡ ഒന്ന് പൊട്ടിക്കുക. ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി സോഡയിലോട്ട് ഈ കുട്ടി ഗ്ലാസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടാതെ ഞാൻ വേറൊരു ടേസ്റ്റിലുള്ള ഫുൾജാർ സോഡയുടെ വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞില്ലേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതിനോട് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ അത് അപ്പം തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. വീണ്ടും കാണുന്നതുവരെ ബായ്.